യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ 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 അന്ധർക്കു കാഴ്ച ചെകിടർക്കു കേൾവി രോഗശാന്തിയും നൽകിയവൻ വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ. നിനക്കെതിരെ എനിക്ക് ഒന്ന് പറയുവാനുണ്ട് നിനക്കെതിരെ എനിക്ക് ഒന്ന് പറയുവാനുണ്ട് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു എവിടെ വെച്ചാണ് അധപ്പതിച്ചത് എന്ന് നീ ചിന്തിക്കുക വചനം പറയുക ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു നീ അധപ്പതിച്ചു പോയി കുടുംബ ജീവിതത്തില് ഇന്ന് നിങ്ങൾക്ക് ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന ആ സ്നേഹം ഹൃദയത്തിന്റെ ആ ഐക്യം ഹൃദയത്തിന്റെ ആ ഒരുമ ഇന്ന് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ മനസ്സ് ഒന്നാണോ ഹൃദയം ഒന്നാണോ നല്ലൊരു കുടുംബ അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ ആഴമായ ഒരു സ്നേഹത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത് ഇന്ന് പല കുടുംബങ്ങളിലും സ്വസ്ഥതയില്ല സമാധാനമില്ല മക്കൾ മക്കളുടെ വഴിക്ക് അപ്പൻ അപ്പന വഴിക്ക് അമ്മയ്ക്ക് അമ്മയ്ക്ക് തോന്നുന്നവരെ അങ്ങനെയൊക്കെ തകർന്നു നശിച്ച കുടുംബങ്ങൾ ധാരാളമുണ്ട് രണ്ടു വ്യക്തികളെ ദൈവം വിവാഹമെന്ന കുദാശയിലൂടെ ഒന്നിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് രണ്ടു വ്യക്തികളെ ദൈവം വിവാഹമെന്ന കുദാശയിലൂടെ ഒന്നിപ്പിക്കുന്നത് സ്നേഹിക്കുവാൻ വേണ്ടിയാണ് വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ് സ്നേഹിക്കുക 2 വർഷം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ഭർത്താവ് ഭാര്യ ആ മനുഷ്യന്റെ അമ്മ അവരെല്ലാം കൂടെ ധ്യാനം കൂടുക 2 കൊച്ചുകുട്ടികൾ ഈ സഹോദരി വീൽ ചെയറിലാണ് രോഗമിതാണ് മസിൽസിന്റെ ബലമെല്ലാം നഷ്ടപ്പെട്ട് കൈകളും കാലുകളും നടുവ് കംപ്ലീറ്റ് തളർന്നുപോയി പൂർണ്ണമായിട്ട് തളർന്നുപോയ ഈ സഹോദരി വീൽ ചെയറിലാണ് അപ്പൊ കൈകൾ രണ്ടും ആ വീൽ ചെയറിന്റെ പടിയെ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് പിന്നെ അരക്കൊക്കെ ഇങ്ങനെ ബെൽറ്റ് ഇട്ടിരിക്കുക അങ്ങനെ പൂർണ്ണമായിട്ടും തളർന്നുപോയി അതുകൂടാതെ ഹാർട്ടിന് അസുഖമുണ്ട് കഴുത്തിനും വിലക്കുറവ് അപ്പൊ കഴുത്തൊക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞാണ് കിടക്കുന്നത് ഈ ഭർത്താവ് ഈ സഹോദരിയെ വീൽ ചെയറിൽ
ഇങ്ങനെ ഉന്തി എൻ്റെ അടുക്ക കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ്. ഞാൻ ചോദിച്ചു, എന്താ ചെയ്യുന്നത് നിങ്ങൾ? ഞാൻ സഹോദരൻ പറഞ്ഞു, ഞാൻ ബാങ്കിൻ്റെ, കോട്ടയത്തൊരു ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ അവധി എടുത്തിരിക്കുകയാണ്. ഭാര്യയ്ക്ക് 2-3 വർഷമായിട്ട് വയ്യാതായി. ഇപ്പം ഞാൻ അവധിയിലാണ്. കുഞ്ഞുങ്ങൾ 2 കൊച്ചു കുട്ടികളുണ്ട്, കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇത് അമ്മച്ചുണ്ട് കൂടെ, ഈ അദ്ദേഹത്തിൻ്റെ അമ്മയുമുണ്ട് കൂടെ. ഞാൻ ഇവരോട് സംസാരിച്ചു, ഞാൻ ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. ഈ വീൽചെയറിൽ ഇരിക്കുന്ന സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവര് ആ സ്ത്രീയെ കൊണ്ട് ധ്യാന ഹാളിലേക്ക്, ഞാൻ പോയി ധ്യാനം കേൾക്കാൻ പറഞ്ഞു. ധ്യാന ഹാളിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് ഏതോ ഒരു സമയത്ത് ഈ സഹോദരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ബ്രദറെ, എൻ്റെ വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്തെങ്കിലും സന്ദേശം നൽകിയോ? ഞാൻ ആദ്യമൊന്നും മിണ്ടിയില്ല, കാരണം കർത്താവിൻ്റെ ആത്മാവിനോട് സംസാരിച്ചിരുന്നു. അതായത് ഒരു സൗഖ്യമല്ല കർത്താവ് തന്ന സന്ദേശം, ഒരു കടന്നുപോകൽ ആണ് കർത്താവ് തന്ന സന്ദേശം. ഞാൻ പറഞ്ഞു, സഹോദര പ്രാർത്ഥിക്ക്, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ധ്യാനം കഴിഞ്ഞ് മടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഈ സ്ത്രീയെ എൻ്റെ അടുക്ക് കൊണ്ടുവന്നു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു. അവരെ സന്തോഷമായിട്ട് മടങ്ങിച്ചു. അവരെ അവിടെ ധ്യാനത്തിന് കൊണ്ടുവന്നത് നമ്മുടെ കൂടെ പ്രേക്ഷിതവരെ എന്നൊരു സ്ത്രീയാണ്. ആ സ്ത്രീ എന്നോട് പറഞ്ഞ വാക്കുകളിതാ, ബ്രദറെ, ഇത്രമാത്രം രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ സ്വന്തമായിട്ട് അവൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ മനുഷ്യൻ അവധിയെടുത്ത് വീട്ടില് കുഞ്ഞുങ്ങളെ നോക്കി, അമ്മയെ നോക്കി, ഭാര്യയെ നോക്കി നിൽക്കുക. പ്രഭാതത്തില് ഉണർന്നു കഴിഞ്ഞാല് അമ്മയും ഈ സഹോദരന്റെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഭക്ഷണം ഉണ്ടാക്കണം, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കി കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും. രാവിലെ ഈ ഭാര്യയെ എണീപ്പിച്ച് ചാരി ഇരുത്തിട്ട് പല്ല് തേപ്പിക്കും. മറ്റു കാര്യങ്ങൾ, മലമൂത്ര വിസർജനമൊക്കെ എടുക്കണം, എല്ലാ കാര്യവും ചെയ്യും. രാവിലെ ചായയെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ മനുഷ്യൻ ചെയ്തു കൊടുക്കും. കുളിപ്പിക്കേണ്ട സമയത്ത് കുളിപ്പിക്കും. എല്ലാം ഈ മനുഷ്യൻ 3 വർഷക്കാലമായിട്ട് ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയെ സൂക്ഷിക്കും. ഹല്ലേലൂയ. ധ്യാനം കഴിഞ്ഞവർ മടങ്ങിപ്പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു കോള് വന്നു. എനിക്ക് എടുക്കാൻ തോന്നി, ഞാൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് ഇവിടെ ധ്യാനം കൂടിയതാണ് ബ്രദറെ, എൻ്റെ ഭാര്യ ഇപ്പോൾ കാരിത്താസിലാണ്, ആ ഹാർട്ടിന് കംപ്ലൈൻറ്റ് പ്രയാസമാണ്, ഞങ്ങൾ അവിടെ അഡ്മിറ്റാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. അവൻ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്കൊന്ന് ബ്രദറിനോട് സംസാരിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം അതെന്ന്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല സാറ്, ആ മൊബൈൽ ഫോൺ ഓണാക്കുക, ലൗഡ് സ്പീക്കറിലാക്കിയിട്ട് ഭാര്യയുടെ ഭാര്യയ്ക്ക് കൈ കൊണ്ട് ഈ ഫോൺ പിടിക്കത്തില്ല, കാരണം കൈ തളർന്ന. അപ്പോൾ ആ സഹോദരൻ ഫോൺ ഭാര്യയുടെ ചെവിയുടെ പിടിച്ചു. വളരെ താണ ശബ്ദത്തിലായി ചേച്ചി സംസാരിക്കുന്നതാണ്. അങ്ങനെ സംസാരിക്കത്തില്ല, അതിനുള്ള കഴിവില്ല, അത്രമാത്രം ക്ഷീണമാണ്. എന്നോട് ശാന്തമായിട്ട് എന്നോട് പറഞ്ഞു, എനിക്കുണ്ടെന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊത്തിരി വിശ്വാസമുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ശാന്തമായിട്ട് സംസാരിച്ചു. ഞാൻ ആ ടെലിഫോണിലൂടെ അമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഒന്നും വിഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞു അവൾ ഈ ലോകത്തോട് യാത്ര പറയുക. കണ്ണുനീരില്ലാത്ത ലോകത്തിലേക്ക് അവളെ ഒത്തിരി സ്നേഹിച്ച ഭർത്താവിനെയും അവൾ പ്രസവിച്ച തൻ്റെ ഓമന കുഞ്ഞുങ്ങൾ 3 കൊച്ചുകുട്ടികൾ, എല്ലാം 5ാം ക്ലാസ്സിൽ താഴെയാണ് പഠിക്കുന്നത്. ആ കൊച്ചു കുഞ്ഞുങ്ങളെ അമ്മ എല്ലാവരെയും അവൾ ഒറ്റയ്ക്കാക്കിയിട്ട് കണ്ണുനീരില്ലാത്ത ലോകത്തിലേക്ക് അവൾ യാത്രയാവുകയാണ്. വിവാഹമെന്ന കുദാശയില് സ്നേഹിക്കുവാനും ബലിയായി തീരാനും 2 വ്യക്തികളെ ദൈവം ഒന്നിപ്പിച്ചു ചേർക്കുകയാണ്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന 2 വ്യക്തികളെ ഒന്നാക്കുകയാ. ഒറ്റ മനസ്സ്, ഒറ്റ ഹൃദയം ആക്കി ദൈവം ചേർക്കുകയാണ്. തന്റെ ജീവിത പങ്കാളിയെ ജീവന് തുല്യം സ്നേഹിച്ചു, ശുശ്രൂഷിച്ചു. അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് മുഴുവൻ അവോളം സ്നേഹം കൊടുത്ത മനുഷ്യൻ. ആ കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് സ്നേഹമാണ്. ചില സ്ത്രീകൾ പറയാറുണ്ട്, എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. അവിടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ദൈവത്തിന്, നീ നിന്റെ ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടോ? ചില ഭർത്താക്കന്മാർ പറയുന്നു, എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ അംഗീകരിക്കുന്നില്ല. കർത്താവിന് നിന്നോട് ചോദിക്കാനുണ്ട്, നീ ജീവന് തുല്യം, നിന്റെ ഹൃദയത്തിന്റെ തുല്യമായി നിന്റെ ജീവിത പങ്കാളിയെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. സാമുവേലിന്റെ പുസ്തകത്തില് നാം വായിക്കുന്നുണ്ട്, 1 സാമുവേൽ 1-2 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ അനുഭവമുണ്ട്.
എൽക്കാന എന്ന മനുഷ്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഇത് പഴയ നിയമ കാലഘട്ടമാണ്. പുതിയ നിയമ കാലഘട്ടത്തിൽ ഒറ്റ ഭാര്യയും. എൽക്കാനയുടെ ഭാര്യ പെനീനായിക്ക് മക്കളുണ്ടായിരുന്നു. ഹന്നായിക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാതിരുന്ന ഹന്ന ഒത്തിരിയേറെ സങ്കടത്തിലായിരുന്നു. മക്കളുണ്ടായിരുന്ന പെനീന ഒത്തിരിയേറെ ഹന്നായെ വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു. ഒത്തിരിയേറെ അവൾ സങ്കടത്തിലായിരുന്നു. ഒരു ദിവസം ദേവാലയത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എൽക്കാന മടങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹന്ന സങ്കടപ്പെട്ട് വിഷമിച്ച് മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുക. എൽക്കാന ഇങ്ങനെ പറയാ, ഹന്ന, നീ എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? നിന്റെ മുഖം എന്താ ആകെ അങ്ങ് വിഷമിച്ച് വാടിയിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് എൽക്കാന ഒരു വാക്ക് പറയുന്നുണ്ട്. ഒരു ഭർത്താവ് പറയേണ്ട വാക്കാണ്. എൽക്കാന ഭാര്യയോട് പറയാ, ഹന്ന, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അവിടെ ചോദിക്കും, നീ എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? 10 പുത്രന്മാർ ഉള്ളതിൽ അധികമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? 10 മക്കൾക്ക് നീ ജന്മം നൽകിയാലും ഇല്ലെങ്കിലും അതിലുപരിയായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. 10 പുത്രന്മാർ ഉള്ളതിൽ അധികമായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എൽക്കാനയുടെ വാക്ക. നീ എന്തിനാ സങ്കടപ്പെടുന്നത്? മക്കളില്ലാത്തെന്ന് ഓർത്ത് വിഷമിക്കണ്ട. മക്കളില്ലേലും നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഹന്നയുടെ മുഖത്തിന് നല്ല പ്രകാശം. അവർക്ക് സന്തോഷമായി. ഇത്രമാത്രം എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? അവരുടെ മനസ്സിലെ സങ്കടം എല്ലാം പോയി. ഹന്ന പിന്നെ 2-ാം അധ്യായത്തിൽ കാണുന്നു, അവള് അവിടെ ദേവാലയത്തില് ഷീലോയില് പോയിട്ട് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. അവളുടെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവൾ കരഞ്ഞ വിതുമ്പി അങ്ങോട്ട് പ്രാർത്ഥിക്കുക ദൈവത്തോട്. അതിന് മനസ്സു വിതുമ്പി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഏലി പുരോഹിതൻ അവളെ ഒന്ന് നോക്കി. നീ രാവിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചതാണോ? നീ രാവിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചതാണോ? അവള് പറഞ്ഞു, അല്ല അല്ല പിതാവേ, ഞാൻ എന്റെ സങ്കടവും വേദനയെല്ലാം എന്റെ ദൈവത്തോട് പറയാം. എനിക്ക് കുഞ്ഞുങ്ങളില്ല. എന്റെ സങ്കടമെല്ലാം ഞാൻ എന്റെ ദൈവത്തോട് പറയുക. ഏലി പുരോഹിതൻ അവിടെ തലേ വെച്ച് ഒറ്റ അനുഗ്രഹം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷം നിനക്കൊരു കുഞ്ഞുണ്ടായിരിക്കും, സന്തോഷമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അവളുടെ മുഖം മ്ലാനമായിട്ടില്ലെന്നാണ് ബൈബിളിൽ പറയുന്നത്. പിന്നെ അവളുടെ മുഖം മ്ലാനമായിട്ടില്ല, അവൾ തിരിച്ചു വന്നു. പിന്നീട് അവിടെ ചരിത്രത്തിൽ പറയുന്നു, അവൾ ഗർഭിണിയായി, ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചു. അവന്റെ പേരെന്താണ്? സാമുവൽ. അവനെ ദൈവത്തിന് കൊടുത്തു. ഹന്ന എത്ര മക്കളെ പ്രസവിച്ചു എന്ന് പറയാമോ? 6 മക്കളെ ഹന്ന പ്രസവിച്ചു. എത്ര മക്കളെയാണ്? ഒച്ചത്തിൽ പറഞ്ഞേ. 6 മക്കളെ ഹന്ന പ്രസവിച്ചു. പ്രൈസ് ദി ലോർഡ്. മക്കളുടെ അങ്ങോട്ട് സമൃദ്ധി ദൈവം അങ്ങോട്ട് കൊടുക്കുക. ഹല്ലേലൂയ. അവിടെ എൽക്കാനായുടെ ആ സ്നേഹത്തിന്റെ വാക്ക അവിടെ ഹൃദയത്തെ തണുപ്പിച്ചത്. ആ സ്നേഹത്തിന്റെ വാക്കുകള് അവൾക്കൊരു പുനർജന്മമായിട്ട് മാറുകയാണ്. ആ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ മേഖല എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. പരസ്പരം ക്ഷമിക്കുവാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ, മറക്കുവാൻ, പൊറുക്കുവാൻ തയ്യാറാകാതെ കുടുംബ ജീവിതം വിജയിക്കത്തില്ല. ഭാര്യാഭർത്തൃബന്ധത്തിൽ സ്നേഹത്തിന്റെ ഒരു നിറവ് വേണം. ഈ അടുത്ത നാളില് ധ്യാനത്തിന് വന്നൊരു ചേച്ചി എന്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. 2 മക്കളും ഒക്കെ ഉണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അത്ര അടുപ്പമൊന്നുമില്ല ഹൃദയം കൊണ്ട്. ആ ചേച്ചി പറയുകയാണ്, ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട്, ഭർത്താവിന് ചെറിയ സംശയമാണ്, സംശയം മൊത്തം വിഷയമായതാണ് കേട്ടോ, പക്ഷെ ഭർത്താവ് ഒരു പാവത്താണ്, ആ മനുഷ്യന് എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. എങ്ങനെയുമായിട്ട് കുടുംബം കലങ്ങി 2 പേരും 2 മുറിയിൽ 12 വർഷമായിട്ട് 2 ബെഡ്റൂമിലാണ് ഭാര്യയും ഭർത്താവും കിടക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, സംസാരിക്കുക? ഒരു സംസാരമില്ലെന്ന് പറഞ്ഞു, ഒരു സംസാരിക്കത്തില്ല. അപ്പം വീട്ടിലെ കാര്യങ്ങൾ പിള്ളേരോട് പറഞ്ഞാലും പിള്ളേരെ അപ്പനോട് പറയും, അപ്പൻ അരി സാധനം മേടിച്ചു കൊടുക്കുക, അങ്ങനെ കുടുംബം ഇങ്ങനെ പോവാ. എന്താ എനിക്ക് അത്ഭുതം തോന്നി. സ്വന്തം ഭർത്താവിനോട് സംസാരിച്ചിട്ട് 12 വർഷമായി. ഇതാണോ കുടുംബജീവിതം?
ഒരു ഭവനത്തിന്റെ ഉള്ളിൽ കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ മനസ്സുകളൊക്കെ ഏറെ കാലം അകലത്തില. മനസ്സുകൾ തമ്മിൽ ഐക്യമില്ല, പൊരുത്തമില്ല. എങ്ങനെയൊക്കെയോ കുടുംബജീവിതം ഇങ്ങനെ പോവുകയാണ്. സ്നേഹം അവിടെ ഇല്ല. എങ്ങനെയൊക്കെയോ ഇങ്ങനെ തട്ടിമുട്ടിയും വഴക്കുണ്ടാക്കിയും പഴി പറഞ്ഞും ചീത്ത വിളിച്ചും അങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കിയും കള്ളു കുടിച്ചും ഭാര്യക്കിട്ട് തല്ലിയും അങ്ങനെയൊക്കെ പല കുടുംബങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് കുടുംബജീവിതം. ദൈവം നമുക്ക് ഒന്നിച്ചു ജീവിക്കുവാൻ തന്ന ആ ദിവസങ്ങള് അല്ലെ ആ വർഷങ്ങള് കൂടിയാൽ 25 അല്ലെ 35 അല്ലെ 50 വർഷമൊക്കെ ഭാഗ്യമാ. ചില 50ാം വിവാഹ വാർഷികമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. എത്ര അനുഗ്രഹമാണ് 50 വർഷം ആഘോഷിക്കാൻ സാധിക്കുന്നത്. കുടുംബ ജീവിതത്തില് നിങ്ങളൊന്ന് സ്നേഹിച്ചു തുടങ്ങ്. ഭർത്താവിനോടൊന്ന് ക്ഷമിക്ക്. എന്നിട്ട് ആ മനുഷ്യനെ ഒന്ന് സ്നേഹിക്ക. ഒരുപക്ഷെ വീഴ്ചകളുണ്ട്, അല്പം മദ്യപാനം കാണും, ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ കാണും, എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ അസ്വസ്ഥ ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാലും നിങ്ങൾ ഒരു വിട്ടുവീഴ്ച കാണിച്ചാൽ ഈ മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ പറ്റും. ഹൃദയം നിറയെ നിങ്ങളൊന്ന് സ്നേഹിക്കാൻ തുടങ്ങ്. ചില കുടുംബങ്ങളില് പ്രശ്നം എന്താണെന്ന് അറിയാവോ? അമ്മയും മക്കളും ഒരു പക്ഷത്താ, അപ്പൻ ഒറ്റപ്പെട്ടു പോവുക. ചില അപ്പന്മാരും എന്റെ കണ്ണുനീരോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, എന്റെ വീട്ടില് എനിക്കൊരു വിലയില്ല, എന്റെ മക്കളും ഭാര്യയും ഒറ്റ സൈഡാ, ഞാൻ വീട്ടില് ഒന്നുമല്ല, എനിക്ക് വീട്ടിൽ വിലയില്ല. ഇങ്ങനെ സങ്കടപ്പെടുന്ന അപ്പന്മാരുണ്ട്. വെളിപാടിന്റെ പുസ്തകത്തിലെ 2:4 നമ്മൾ കേട്ടു, ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു. എവിടെ വെച്ചാണ് അതപ്പതിച്ചത്? നിന്റെ കുടുംബ ജീവിതത്തില് അധപ്പതനം എവിടെ വെച്ചാ തുടങ്ങിയത്? മനസ്സുകൾ തമ്മില് എപ്പോഴാണ് അകൽച്ച തുടങ്ങിയത്? ഒരു കിടക്കയിൽ കിടക്കുമ്പോഴും മനസ്സുകൾ തമ്മിൽ പൊരുത്തമില്ല. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം പറയുന്നു, മണവറ നിങ്ങൾ മലിനമാക്കരുത്. മണവറ നിങ്ങൾ മലിനമാക്കരുത്. കുടുംബ ജീവിതത്തില് അവിശ്വസ്തത കാണിച്ച ഭർത്താക്കന്മാര്, കുടുംബ ജീവിതത്തില് അവിശ്വസ്തത കാണിച്ച ഭാര്യമാര്, കുടുംബ ജീവിതത്തില് തകർച്ചകൾ സംഭവിക്കാൻ പല കാരണങ്ങളുണ്ട്. കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത, ചില ഭാര്യമാരുടെ തന്റെയുടെ സ്വഭാവം, ഭർത്താക്കന്മാരുടെ മദ്യപാനം, മക്കളുടെ വഴിതെറ്റുള്ള ജീവിതം, ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വമില്ലാത്ത ജീവിതം, ദൂർത്തടിച്ചുള്ള ജീവിതം, കുടുംബങ്ങൾ തകർന്നു തരിപ്പണമാവുക. ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് മക്കളെ വേണ്ട. ഒരു സഹോദരി കഴിഞ്ഞ ധ്യാനം കൂടിയതാ എന്റെ അടുക്ക് വന്നിട്ട് വലിയ സങ്കടത്തോടെ പറയുകയാണ്, അവര് തമ്മിൽ ഒരു ബന്ധങ്ങളുമില്ല, ഒരു ആൺകുട്ടിയുണ്ട്. ആ ചേച്ചി പറയാ, ബ്രദറെ, എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, എനിക്കൊരു കുഞ്ഞിനെ കൂടെ വേണമെന്ന്. പക്ഷെ എൻ്റെ ഭർത്താവ് പറയുന്നു, ഇനി കുഞ്ഞുങ്ങളെ വേണ്ട, ഈ ഒരെണ്ണത്തിന് മതി. ആ മനുഷ്യന് ഈ ഉള്ള കുഞ്ഞിനോട് പോലും വലിയ താല്പര്യമില്ല. പിന്നെ വിവാഹം എന്തിനു വേണ്ടി കഴിച്ചാന്ന് അറിയത്തില്ല. ഒരു കുട്ടിയുണ്ട്. ഈ ചേച്ചി പറയാ, എനിക്ക് 1-2 കുഞ്ഞുങ്ങൾ വേണം, ഒത്തിരി ആഗ്രഹമാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇനി നീ പ്രസവിക്കണ്ട, എൻ്റെ കുഞ്ഞിനെ നീ പ്രസവിക്കത്തില്ല, ഒരു ബന്ധങ്ങളുമില്ല. എങ്ങനെയുണ്ട് കുടുംബജീവിതമാണ്? ഹല്ലേലൂയ, യേശുവേ നന്ദി. മണവറ നിങ്ങൾ മലിനമാക്കരുത്. കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയെ ഒരു മടിയും കൂടാതെ വഞ്ചിക്കുന്ന ഭർത്താവ്, ഭാര്യ ഉണ്ടായിട്ടും മറ്റു സ്ത്രീകളെ വെപ്പാട്ടിമാരായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നവര്. ഒരു പള്ളിയില് കൺവെൻഷൻ നടക്കുക. കൺവെൻഷന്റെ 3-ാമത്തെ ദിവസം കഴിഞ്ഞു. നല്ല ജനക്കൂട്ട. കൺവെൻഷനൊക്കെ കഴിഞ്ഞ് ആളുകൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കാനുണ്ട്. അപ്പൊ ഞാൻ കണ്ട ഒരു ചേച്ചി ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ ചേച്ചി വന്നിട്ടുണ്ട്, ബ്രദറെ, എനിക്കൊരു 5 മിനിറ്റ് തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞോളാൻ പറഞ്ഞു. ആ ചേച്ചി പറയുകയാണ്, ബ്രദറെ, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എനിക്കിപ്പോൾ 45ഓളം വയസ്സ് പ്രായമുണ്ട്. ഞാൻ ചോദിച്ചു, ഭർത്താവ് ധ്യാനത്തിൽ വന്നിട്ടില്ലേ? ഭർത്താവ് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, പുള്ളിക്ക് എന്താ പരിപാടി? പുള്ളി ഒരു മദ്യപാനിയാണ്. നല്ല സമ്പത്ത്, ന്യായമായ സമ്പത്തൊക്കെ ഉണ്ട്. ഭർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള ജീവിതമാണ് മദ്യപാനം. അങ്ങനെ പുള്ളിക്കാരൻ്റെ ഇഷ്ടമനുസരിച്ചാണ് പുള്ളി ജീവിക്കുന്നത്. ആ ചേച്ചി എന്നോട് പറയുകയാണ്, വിവാഹത്തിനു ശേഷമാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ
2 കുഞ്ഞുങ്ങളുണ്ട്. അവർ പറയാം, ഞാൻ എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ അകലെയാണ് ഭർത്താവ്. പിന്നെ വേറൊരു സ്ത്രീയും അവിടെ വിവാഹത്തിന് മുമ്പുള്ള ബന്ധമാണ്, 2 പിള്ളേരുമുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പാപ സ്ത്രീയെ ചതിവിൽ ആക്കി കല്യാണം. ആരും അറിഞ്ഞില്ല, കല്യാണം കഴിഞ്ഞു, ഔദ്യോഗിക ഭാര്യ ചെയ്ത് പള്ളി വെച്ച് കിട്ടുക. 2 പിള്ളേരുമുണ്ട്. മറ്റേ വിവാഹത്തിന് മുമ്പുള്ള സ്ത്രീയിൽ 2 പിള്ളേരുമുണ്ട്. എന്നാ ചേച്ചി പറയുകയാണ്, ചേട്ടനൊരു 3 ദിവസമേ ഇവിടെ കാണത്തുള്ള ആഴ്ചയിൽ. ചേച്ചു ഞങ്ങളുടെ ആരോഗ്യമൊക്കെ, ചേട്ടൻ നല്ല ആരോഗ്യവാനാണ്, പണം കയ്യിലുണ്ട്, മദ്യപാനം, കൂട്ടുകെട്ട്. ചേട്ടൻ്റെ ജീവിതമാണ് ഒരു ഭയങ്കര തൻ്റെ സ്വഭാവമാണ്. 7 ദിവസത്തിൽ 4 ദിവസം അവിടെ ആയിരിക്കും, 3 ദിവസം ഇവിടെ കാണുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ ആ ചേച്ചി പറയുകയാണ്, എൻ്റെ ബ്രദറെ നേരത്തെ 4 ദിവസം ഇവിടെ കാണുമായിരുന്നു, അല്ല 3 ദിവസം കാണുമായിരുന്നു, ഇപ്പം മിക്കവാറും ദിവസവും ഇവിടെ ഇല്ല. ഞാൻ ചോദിച്ചു അതെന്താ കാര്യം? ബ്രദറെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു സ്ത്രീ അവിടെ കെട്ടിയവനൊക്കെ ചത്തുപോയതാ, ഇപ്പം 2 ദിവസം അവിടെ വന്നു. എങ്ങനെയുണ്ട്? എത്ര ലജ്ജാകരമാണെന്ന് നോക്കിയേ. അത്രമാത്രം മ്ലേച്ഛതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. എന്നിട്ടും ആ സ്ത്രീ എന്നോട് പറയുകയാണ്, ബ്രദറെ ഞാൻ ആ മനുഷ്യനോട് ക്ഷമിക്കുന്നു, ആ മനുഷ്യനെ എനിക്ക് വേണം. കാരണം ദേവാലയത്തിൽ വെച്ച് ആ മനുഷ്യനെ കഴുത്തൊരു താലി കെട്ടുക. ഈ സ്വത്തുക്കളില് എന്ത് വേണമെങ്കിലും ആദ്യത്തെ ഭാര്യയ്ക്കും പിള്ളേർക്കും കൊടുത്തോട്ടെ, എനിക്കൊരു പരാതിയില്ല, അത് കൊടുത്താ ബന്ധം അവസാനിപ്പിക്കട്ടെ. ആ മനുഷ്യന് മരണക്കണക്കെ കിടക്കുമ്പോൾ ഞാൻ നോക്കിക്കൊള്ളാം. അത് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ആ ചോദിച്ചു പറയാ, ഈ സ്വത്ത് മുഴുവൻ വിറ്റോട്ടെ ബ്രദറെ, ഈ വസ്തുവും ഇതെല്ലാം വിറ്റോട്ടെ, വിട്ടിട്ട് ആ 2 പിള്ളേർക്ക് ആ ഭാര്യയ്ക്കും കൊടുക്കാനുള്ള നിമിഷം കൊടുത്തോട്ടെ, എനിക്കൊരു പരാതിയില്ല. ഒന്നുമില്ലെങ്കിലും ഈ മനുഷ്യനെ ഒന്ന് മാനസാന്തരപ്പെട്ട് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് എനിക്ക് വേണം ബ്രദർ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എന്തൊരു മനസ്സാണ് ആ സ്ത്രീയുടെ മനസ്സ്. ഹല്ലേലൂയ. അങ്ങനെയും നിരുപാധികം ഭർത്താവിനോട് ക്ഷമിക്കുന്ന ഭാര്യമാരുണ്ട്. കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഭർത്താക്കന്മാര്, അങ്ങനെ ജീവിക്കുന്ന ചില സ്ത്രീകളുമുണ്ട്. സ്വന്തം വീട്ടിൽ തന്നെ വാറ്റിയാരായം ഉണ്ടാക്കി വിൽപ്പനയും കുടിക്കുന്നവരാണ്. ഒരു പള്ളിയിലെ ഇടവക ധ്യാനമാണ്, കൺവെൻഷന്റെ ഇടവക ധ്യാനമാണ്. ധ്യാനത്തിന്റെ 2ാമത്തെ ദിവസം പാപത്തിന്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 3ാമത്തെ പകൽ ധ്യാനമാണ്. 10 മണിക്കാണ് തുടങ്ങുന്നത്. രാവിലെ ഒരു 9 മണി സമയത്ത്, രാവിലെ 8 മണി വരെ ടീം പള്ളി പ്രാർത്ഥിക്കുക. ഒരു 1-2 സ്ത്രീകൾ അവിടെ വന്നിരുന്നു, പള്ളി വന്നിരുന്നു. ഞങ്ങൾ പ്രാർത്ഥന അവസാനിപ്പിച്ചപ്പോൾ ഒരു സ്ത്രീ എന്നെ എടുക്കാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ ആദ്യമായിട്ട് ഒരു ധ്യാനം കേൾക്കുന്നത്. ഇന്നലെ പാപത്തിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായത്. എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്, ഞാനും തെറ്റായ വഴിയിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. ശരിക്കും ഇന്നലെയാണ് എനിക്ക് 6ാം പ്രമാണത്തെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ എൻ്റെ തെറ്റ് മനസ്സിലായത്. കരയുക. ഞാൻ പറഞ്ഞു, ചേച്ചി സങ്കടപ്പെടേണ്ട, നന്നായിട്ട് ഇന്ന് കുമ്പസാരിക്കുക. ഞാൻ ആശ്വാസമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു വിട്ടു. അടുത്ത ചേച്ചി വന്നു. അവർ പറയാ, എനിക്ക് ബ്രദറിനോട് എനിക്കൊരു അരമണിക്കൂർ തരണം, എനിക്ക് സംസാരിക്കണം, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അവിടെ ലക്ഷണമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ പിടിവിട്ട കേസാന്ന് തോന്നി. ഞാൻ റൂമിലേക്ക് പോയി, റൂമിലിരുന്നു. ചേച്ചി ഇരിക്കാൻ പറഞ്ഞു. അവർ ആ സാരി തലയിലോട്ടിട്ട് ഒറ്റ കരച്ചിലാണ്, തല മൂടി വാവിട്ട് കരയുക. ഞാൻ അല്പസമയം അനങ്ങിയില്ല, കരച്ചിരുന്ന് ചന്ദ്രൻ. ഞാൻ ചോദിച്ചു എന്ത് പറ്റി ചേച്ചി? എന്താ പറയുക, ഞാൻ ഇന്നലെ കൺവെൻഷൻ കൂടിയായിരുന്നു, ഞാനൊരു വലിയ പാപിയാണ്. ഞാൻ ചോദിച്ചു എന്താ ചേച്ചിയുടെ വിഷയം? എന്നെ ബ്രദറെ, എനിക്ക് ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ എൻ്റെ ഭർത്താവ് 5-10 ഏക്കർ സ്ഥലമുണ്ട്, നല്ല അധ്വാനിയാണ്, ഭർത്താവിന് കൂട്ടുകാരുണ്ട്. അപ്പം വീട്ടിൽ വാറ്റിയാരയൊക്കെ ഉണ്ടാക്കും, ഭർത്താവും കൂട്ടുകാരൊക്കെ വരും, കപ്പ വേവിച്ചും ഇറച്ചിയൊക്കെ വേവിച്ച് തീറ്റയും കുടിയും പരിപാടിയൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ചേച്ചിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചു, ചില വീഴ്ചകൾ. ഭർത്താവിൻ്റെ കൂട്ടുകാരോടൊപ്പം ചില പാപകരമായ ബന്ധങ്ങളിലൊക്കെ വീണുപോയി. അവർ വാവിട്ട് കരയുക, നിലവിളിക്കാൻ മുന്നിൽ 4 കുഞ്ഞുങ്ങളിലുള്ളിൽ ഒരു കുട്ടി ഭർത്താവിൻ്റെതല്ല. അവർ പറയാ, 8 വർഷമായി ഞാൻ കുമ്പസാരിച്ചിട്ട് ഒരു കുഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെതല്ല. ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് നേരെ വികാരിയച്ഛൻ്റെ റൂമിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ ഇടവക്കാരുണ്ട്, ഇതുപോലെ സ്ത്രീ വന്നിരുന്ന് കരയുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്, അച്ഛനൊന്ന് സംസാരിച്ച് ഒന്ന് കുമ്പസാരം കൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ എഴുന്നേറ്റ് വരാൻ പറഞ്ഞ് അച്ഛൻ്റെ അവിടെ മുറി കൊണ്ടിരുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എല്ലാം തുറന്നു പറഞ്ഞ് അച്ഛനോട് പറഞ്ഞു കുമ്പസാരിക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ ആക്കി. നോക്കുക, പാപത്തിന്റെ വഴിയിലേക്ക് ആ സ്ത്രീ വീണുപോയെങ്കിൽ ആ വീട്ടിലെ സാഹചര്യമാണ് അതിന്റെ കാരണം. ആ സാഹചര്യത്തിലേക്ക് വന്നത് ആ വീട്ടിൽ വാറ്റിയാരായം ഉണ്ടാക്കുന്നു, കുടിക്കുന്നു, കൂട്ടുകാർ കൂടുന്നു, ഭർത്താവിന്റെ കൂട്ടുകാര്. എങ്ങനെ ശരിയാവും? ഒരു കാരണവശാലും
കുടുംബങ്ങളിൽ മദ്യമുണ്ടാക്കരുത്, വാറ്റുചാരായം ഉണ്ടാക്കി കുടിക്കരുത്, കഞ്ചാവ് കൃഷി പാടില്ല, കൂട്ടുകാരെ വീട്ടിൽ കൊണ്ടുവന്ന് മദ്യസൽക്കാരങ്ങൾ പാടില്ല. ഞാൻ പച്ചയായ ഒരു അനുഭവം പറഞ്ഞത്. ആ സ്ത്രീയുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് നിറഞ്ഞ് അങ്ങോട്ട് വാവിട്ട് കരയാം. എൻ്റെ കുഞ്ഞിന് സംസാരിക്കാറായ നാള് മുതൽ വിക്കായിരുന്നു. ഇവൻ എത്ര വയസ്സായി? ഇവനിപ്പോ 11 വയസ്സ്. 11 വയസ്സായി. ഈ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ വിക്കുള്ള കുട്ടിയായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ കുഞ്ഞിന്റെ നാവിന്റെ വള്ളി ഉണ്ട്, അത് കെട്ടുപിഴഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് വിക്കുണ്ടായതെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും കുഞ്ഞിന്റെ വിക്ക് മാറിയില്ല. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചപ്പോൾ എൻ്റെ യേശു എൻ്റെ കുഞ്ഞിന്റെ വിക്ക് മാറ്റി കിട്ടി. പറഞ്ഞടാ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പിതാവേ നന്ദി. പിതാവേ നന്ദി. ഹല്ലേലൂയ. 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 കർത്താവായ യേശുവേ. കർത്താവായ യേശുവേ. അങ്ങേക്ക് ആരാധന. അങ്ങേക്ക് ആരാധന. അങ്ങേക്ക് സ്തുതി. അങ്ങേക്ക് സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഇവന് വിക്കായിരുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച നിമിഷം തന്നെ ഞാൻ ഓർക്കണം, ചേച്ചി സംസാരിക്കുന്നത് തന്നെ അവിടെ ഇവിടുന്ന് ഒച്ചത്തിൽ കരയുന്നൊക്കെ കണ്ടു. മിടുക്കൻ ഇവന്. മോന്റെ പേരിന് അജിറ്റ്. കർത്താവ് ഇവന്റെ വിക്ക് സൗഖ്യമാക്കിയിരിക്കുകയാണ്. കരമിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേഗരക്ഷകൻ. യേശുവേഗരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.